കണ്ണൂരിൽ കെ സുധാകരൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് നേരത്തെ അവകാശവാദം ആ സീറ്റിൽ ഉന്നയിച്ച ഘട്ടത്തിലാണ് പൊടുന്നനവെ മത്സരിക്കാൻ. ഏതാണ്ട് ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാകും, UDFിൻ്റെ സിറ്റിംഗ് എംപിമാരിൽ ആരൊക്കെ മത്സരിക്കും എന്നൊക്കെയുള്ള വലിയ വാർത്തകളും ചർച്ചകളും ഒക്കെ വന്ന ഘട്ടത്തിൽ തന്നെ, ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തവണ കെ സുധാകരൻ മത്സരരംഗത്തുണ്ടാകില്ല എന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രചാരണമുണ്ടായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവരം വളരെ തർക്കം പോലുമില്ലാത്ത വിധം വാർത്തകളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണൂരും ആലപ്പുഴയിലും പുതിയ സ്ഥാനാർത്ഥികളെ തേടുന്നു. ബാക്കിയൊക്കെ സിറ്റിംഗ് എംപിമാർ എന്ന നിലയിലേക്കൊക്കെ വന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് പൊടുന്നനവെ അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ച് കണ്ണൂരിൽ വീണ്ടും മത്സരിക്കുന്നു എന്ന നിലയിലേക്ക് വന്നത്. അദ്ദേഹത്തിൻ്റെ നോമിനിയാകും ഇത്തവണ കണ്ണൂരിൽ മത്സരിക്കുക എന്ന പ്രചാരണമൊക്കെ വളരെ ശക്തമായി നിൽക്കുമ്പോഴാണ് കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ AICCയുടെ ഭാഗത്തു നിന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. സിബി ദില്ലിയിൽ നിന്ന് ആ വിവരങ്ങൾ കൂടി പങ്കുവെക്കുന്നു. കോൺഗ്രസ് പട്ടിക വന്നിട്ടില്ല, പ്രഖ്യാപനം വന്നിട്ടില്ല, ലീഗുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്നു, അതിലൊരു അന്തിമ തീരുമാനം വന്നിട്ടില്ല. പക്ഷേ ഇതിനിടയിൽ എങ്ങനെയാണ് കണ്ണൂരിൽ കെ സുധാകരനാണ് മത്സരിക്കുന്നത് എന്ന നിലയിൽ അതുമാത്രമായി ഒരു വാർത്ത ദില്ലിയിൽ നിന്ന് വരുന്നത്? എന്താണ് അതിൻ്റെ പശ്ചാത്തലം, സിബി? ശരത്ത്, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന, അതായത് AICCയുടെ മുതിർന്ന നേതാക്കൾ പറയുന്ന ഒരു നിർദ്ദേശം അനുസരിച്ച് നമുക്ക് ലഭ്യമായിരുന്ന ഒരു വിവരം, ഇപ്പോൾ കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ മത്സരിക്കും. അത്തരത്തിൽ മത്സരിക്കാൻ വേണ്ടി ഒരു നിർദ്ദേശം കെ സുധാകരൻ നൽകി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ ഇനി ലോക്സഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് കെ സുധാകരൻ വ്യക്തമാക്കിയിരുന്നെങ്കിലും പിന്നീട് കഴിഞ്ഞ ദിവസം ഫെബ്രുവരി മാസം, ഈ മാസം തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു തന്നോട് പാർട്ടി പറഞ്ഞാൽ താൻ മത്സരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. നിലവിൽ 2 പദവികൾ, അതായത് KPCCയുടെ അധ്യക്ഷ സ്ഥാനവും MP സ്ഥാനവും വഹിക്കാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ താൻ മത്സരിക്കുന്നില്ല എന്നല്ല നിലയിൽ നേരത്തെ കെ സുധാകരൻ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നത്, പിന്നീട് പറഞ്ഞത് താൻ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും എന്നുള്ളതാണ്. അതിനർത്ഥം വേറെന്തെങ്കിലും ആലോചന അതിന്റെ ഭാഗമായി നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് 2 പദവികൾ ഒന്നിച്ചു കൊണ്ടുപോവുക, തെരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്ത് സജീവമാകുക എന്ന് വരുമ്പോൾ KPCC പ്രസിഡന്റായി അദ്ദേഹത്തിന് തുടരാൻ കഴിയില്ല എന്ന നിലയിലേക്കൊരു അന്തരീക്ഷം കൂടുതൽ ശക്തമാകാം. അതനുസരിച്ച് അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഒഴിവാക്കുക, പകരം കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന നിലയിലേക്ക് ഇപ്പോഴത്തെ ഈ നീക്കത്തിനൊരു തുടർ വാർത്തയ്ക്ക് സ്കോപ്പുണ്ടോ? അത്തരം നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? തീർച്ചയായും ശരത്ത്, കാരണം ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം VD സതീശനും കെ സുധാകരൻ തമ്മിലുള്ള പ്രശ്നം അറിയാം. അതുകൂടാതെ AI ഗ്രൂപ്പുകൾ തമ്മിൽ ഇപ്പോഴും അവർ കെ സുധാകരനെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൂടാതെ ഈ അടുത്ത കാലത്തുണ്ടായ പല വിവാദങ്ങളും കോൺഗ്രസ് സംബന്ധിച്ച് കേരളത്തിൽ വളരെ വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ഒരു ആവശ്യം വളരെ നാളുകളായി ഉയർന്നു നിൽക്കുന്നതാണ് നേതാക്കന്മാരുടെ ഇടയിൽ നിന്ന്. പക്ഷേ ഈ ഒരു ലോക്സഭ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ ഒരു KPCC അധ്യക്ഷ തന്നെ മാറ്റുമ്പോൾ അത് മറ്റു രീതിക്ക് അത് എതിർ രാഷ്ട്രീയ പാർട്ടികൾ അത് ആയുധമാക്കുമെന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും ഇത് ആ രീതിക്ക് തന്നെ ഇത്തരത്തിൽ വീണ്ടും MP സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരൻ മാറ്റുന്നു എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും.